നിങ്ങളുടെ മക്കളുടെ ഭാവിയെ പറ്റി നിങ്ങൾ കൺസേൺഡ് ആണോ? അങ്ങനെയെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി 1 കോടി രൂപ ജനറേറ്റ് ചെയ്യാനുള്ള പ്ലാൻ പറഞ്ഞുതരാം. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ്ങിലൂടെ 10 വർഷം കൊണ്ട് തന്നെ നമുക്ക് നേടാൻ കഴിയും. സ്റ്റെപ്പ് 1, ഇതിനുവേണ്ടി മന്ത്ലി നമ്മൾ മാറ്റിവെക്കേണ്ട എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 10 to 12% റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ 1 കോടി രൂപ 10 വർഷം കൊണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് 43,000 മുതൽ 50,000 രൂപ വരെ നമ്മൾ മാറ്റിവെക്കണം. സ്റ്റെപ്പ് 2, ഹൈ ഗ്രോത്ത് ഓപ്ഷൻസ് ആണ് നമ്മൾ ഇതിന് ഫോക്കസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ 15 വർഷത്തിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 12 to 15% റിട്ടേൺസ് ഇക്വിറ്റി ഫണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് റിട്ടേൺസ് കുറഞ്ഞ ഫിക്സ്ഡ് റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ്സ് കൂട്ടേണ്ടി വരും. സ്റ്റെപ്പ് 3, കോമ്പൗണ്ടിങ്ങിന് ഇമ്പാക്ട് കൂടുതൽ ഉണ്ടാവാനായിട്ട് എത്രയും പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. സ്റ്റെപ്പ് 4, എല്ലാ വർഷവും എഡ്യൂക്കേഷണൽ എക്സ്പെൻസ് കൂടുന്നതുകൊണ്ടും ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ടും എക്സാക്ട്ലി 1 crore ടാർഗറ്റ് ചെയ്യാതെ സ്ലൈറ്റ്ലി കൂടിയ എമൗണ്ട് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. 5ാമത്തെ സ്റ്റെപ്പിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ആനുവലി നമ്മൾ ഇത് മോണിറ്റർ ചെയ്യുകയും വേണ്ട രീതിയിലുള്ള റീബാലൻസിങ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗോളിലോട്ട് അടുക്കും തോറും ഹൈ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിൽ നിന്ന് ലോ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിലോട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്.